കിഴക്കൻ ഒഡീഷയിലെ ജുബോ ഗ്രാമത്തിൽ വൈദികർക്കും ആദിവാസി സ്ത്രീകൾക്കും നേരെ പോലീസ് നടത്തിയ ആക്രമണത്തിൽ യാതൊരു നടപടിയും സ്വീകരിക്കാത്ത സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. മാർച്ച് 22-ന് നടന്ന അക്രമ സംഭവത്തിൽ പോലീസിൽ നിന്നോ ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്നോ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് ഒഡീഷയിലെ ഗജപതി ജില്ലയിലെ ജുബോ ഗ്രാമത്തിലെ ഇടവ വികാരി ഫാദർ ജോഷി ജോർജ് പറഞ്ഞു. BJP അധികാരത്തിലുള്ള സർക്കാരാണ് ഒഡീഷയിലുള്ളത്. ദേവാലയം വൃത്തിയാക്കുന്നതിനിടെയായിരുന്നു അപ്രതീക്ഷിതമായി പോലീസുകാർ ദേവാലയത്തിലേക്ക് പ്രവേശിച്ച് ഇടവക വികാരി ജോർജിനെയും സഹവികാരിയായ ഫാദർ ദയാനന്ദ് നായിക്കിനെയും നിരവധി സ്ത്രീകളെയും ആക്രമിക്കുന്നത്. ഇത് ക്രൈസ്തവരെ മാത്രം ലക്ഷ്യം വെച്ചുള്ള ആക്രമണമാണ് എന്നായിരുന്നു ഫാദർ ജോർജ് പറഞ്ഞത്. വനിതാ പോലീസ് ഓഫീസർ ജോഷ്ന റോയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ക്രൈസ്തവരെ ആക്രമിച്ച് ഗ്രാമത്തിലെ ഹിന്ദുമത വിശ്വാസികളെ വെറുതെ വിടുകയായിരുന്നു. ഗ്രാമത്തിന് തൊട്ടടുത്തുള്ള ഒരു പ്രദേശത്ത് കഞ്ചാവ് കൃഷി ചെയ്യുന്നുണ്ടെന്ന റെയ്ഡിന്റെ മറവിലാണ് പോലീസ് അത് ക്രൈസ്തവരെ ഉപദ്രവിക്കാനുള്ള ഒരായുധമാക്കി മാറ്റിയത്. എന്നാൽ ഗ്രാമവാസികൾ ഒറ്റക്കെട്ടായി പോലീസിനെ ചോദ്യം ചെയ്തതോടെ അവർ ഉടൻ തന്നെ പിൻവാങ്ങുകയും ചെയ്തു. അയൽ ഗ്രാമത്തിലെ സർക്കാർ സ്കൂളിലെ കത്തോലിക്കനായ അധ്യാപകനെ കഞ്ചാവ് വിൽപ്പന നടത്തി എന്ന വ്യാജ കേസ് ചാർജ് ചെയ്തിരുന്നു. ആ അധ്യാപകനെ ഇപ്പോൾ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ അദ്ദേഹത്തിനൊപ്പം പോലീസ് അറസ്റ്റ് ചെയ്ത ഒരു ഹിന്ദുമത വിശ്വാസിയായ അധ്യാപകനെ പോലീസ് വിട്ടയക്കുകയും ചെയ്തു എന്നും ഫാദർ ജോർജ് പറഞ്ഞു. ദേവാലയത്തിലേക്ക് പ്രവേശിച്ച വലിയ മുളവടി കൊണ്ടാണ് ഫാദർ ജോർജിനെയും പരിസരത്തുണ്ടായിരുന്നവരെയും പോലീസ് മർദ്ദിച്ചതെന്ന് വെളിപ്പെടുത്തുന്ന മാധ്യമ റിപ്പോർട്ടുകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. പള്ളിക്കുള്ളിൽ വെച്ച് 15ഓളം വരുന്ന ഉദ്യോഗസ്ഥർ സ്ത്രീകളെ ആക്രമിച്ച് അവരെ വലിച്ചിടിച്ച് പോലീസ് ബസ്സിലേക്ക് കയറ്റുവാനായി കൊണ്ടുപോയി. ഈ നിലവിളി കേട്ട് വൈദികർ പള്ളിക്ക് പുറത്തിറങ്ങിയപ്പോൾ അവരെയും പോലീസ് ആക്രമിക്കുകയായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ബർഹാംപൂർ രൂപതയുടെ കീഴിൽ വരുന്ന ഈ ദേവാലയത്തിൽ നടന്ന അതിക്രമത്തിൽ ഏപ്രിൽ 8-ന് രൂപത നിയമ നടപടികളുമായി മുമ്പോട്ട് പോയിരുന്നു. അക്രമികൾ BJP ഭരിക്കുന്ന സംസ്ഥാനത്തെ പോലീസ് സേനയായതിനാൽ നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ചതിനാലാണ് പരാതി വൈകിപ്പിച്ചതെന്ന് ബർഹാംപൂരിലെ ബിഷപ്പ് ശരത് ചന്ദ്ര നായിക് പറഞ്ഞു.